മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുഹമ്മദ് സനൂഫ് എന്ന രാജ്യദ്രോഹിക്കെതിരെ UAPA പോലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചുമത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് സനൂഫ് നമ്മുടെ കേരളത്തിലെ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾക്കൊരു പാഠമാണ് എന്നുള്ളത് സകല രാജ്യദ്രോഹികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുഹമ്മദ് സനൂഫിൽ തീരുന്നതല്ല രാജ്യദ്രോഹികള് എന്നുള്ളത്. അതേ സമാനമായിട്ടുള്ള മറ്റൊരു കമന്റ് കൂടി സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം കുറച്ച് കമന്റുകളും ഈ സനൂഫിന്റെ അതേ രീതിയിൽ വന്ന മറ്റൊരു കമന്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. മൗദൂദി ചാനലിൽ, അതായത് മീഡിയ വൺ ചാനലിൽ ഈ ഒരു വാർത്ത വന്നിട്ടുള്ള കമന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാൻ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കമന്റ് എന്താണ് എന്ന് പറയുന്നില്ല. അതായത് മീഡിയ വണ്ണില് ഈ മുഹമ്മദ് സനൂഫ് എന്ന രാജ്യദ്രോഹി എന്ത് കമന്റ് ആയിരുന്നു ഒരു വർഷം മുമ്പേ ഇട്ടത് എന്നുള്ളത് മീഡിയ വണ്ണിൽ കൊടുത്തിട്ടില്ല. ഞാൻ ആ കമന്റും ഏതായാലും ഒന്ന് എടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പലർക്കും എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കമന്റ് ഒന്നുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് ഇതേപോലെയുള്ള മറ്റൊരു കമന്റ് കൂടി ഞാൻ കാണിച്ചു തരാം. ഈ മുഹമ്മദ് സനൂഫ് ഒരു കൊല്ലം മുമ്പ് പഹൽഗാമില് ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിൽപ്പെട്ട മലയാളി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ മകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ വന്നിട്ടുള്ള കമന്റ് ആണ് കേട്ടോ ഇത്. അത് വായിച്ചത് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നു കളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപ്പെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു. വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഇന്ത്യയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഈ ഒരു കമന്റുമായി ബന്ധപ്പെട്ടാണ് രാജ്യദ്രോഹിയായിട്ടുള്ള മുഹമ്മദ് സനൂഫിനെ ജയിലിൽ തള്ളിയിട്ടുള്ളത്. UAPAയും ചുമത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള വാർത്ത മതസ്പർദ്ധ എന്നാണ്. അവരോട് പറയാനുള്ളത്, ഇത് മതസ്പർദ്ധ എന്ന് പറഞ്ഞങ്ങ് ഒതുക്കരുത്. ഇത് രാജ്യദ്രോഹമാണ്. ജനിച്ച മണ്ണിനെ, പിറന്ന മണ്ണിനെ ഒറ്റുന്നവനാണിവൻ. നമ്മുടെ മണ്ണിനെതിരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണ് ഈ മുഹമ്മദ് സനൂഫിനെ എടുത്തുള്ളിലിട്ടത്. ഇതൊരു മതസ്പർദ്ധയോ അത്തരത്തിലുള്ള കേസല്ല, ഇത് രാജ്യദ്രോഹമാണ്. ഇതേപോലെയുള്ള മറ്റൊരു കമന്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതേ ശൈലിയിലാണ് ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. നസീർ നൂറാനിയ എന്ന് പറയുന്നൊരു പ്രൊഫൈലാണ്. പ്രൊഫൈൽ ഫോട്ടോ ഒന്നുമില്ല. ആ പ്രൊഫൈൽ ഞാനിവിടെ സ്ക്രീൻഷോട്ടും കൊടുക്കുന്നുണ്ട്. ഈ ഫേക്കോളികളായിട്ട്, ഫേക്കാണോ ഫോട്ടോ കൊടുക്കാതിട്ടാണോ എന്നറിയില്ല, ഏതായാലും ഇതിൽ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ് ആണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇത്തരം ഫേക്കോളികളോട് പറയാനുള്ളത്, ആര് ഫേക്ക് ആയിട്ട് ഇത്തരം കമന്റുകൾ ഇട്ടാലും ഇവിടെയുള്ള സൈബർ സെല്ലിൽ ഇവരെ തൂക്കണമെന്ന് വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കാൻ സാധിക്കും എന്നുള്ളത് സകല ഫേക്കോളികളോടും കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ മുഹമ്മദ് സനൂഫ് ഉണ്ടല്ലോ, ഗൾഫിലിരുന്ന് സൗദിയിൽ നിന്ന് അങ്ങ് കമന്റ് ഇട്ടേ മണിക്കൂറുകൾ കൊണ്ട് ഈ മലപ്പുറത്തുള്ള മുഹമ്മദ് സനൂഫിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ കേരള പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് അക്കൗണ്ടിൽ എന്ത് ഫോട്ടോ കൊടുത്തിട്ടില്ലെങ്കിലും അവരെ പൊക്കാനുള്ള സംവിധാനം ഇന്ന് സൈബർ സെൽ സംവിധാനത്തിനുണ്ട് എന്നുള്ളതും ഇത്തരം ആളുകൾ തിരിച്ചറിയണം. ഞാൻ ആ നസീർ എന്ന് പറയുന്ന വ്യക്തി ഇട്ട കമന്റ് ഒന്ന് വായിച്ചേൽപ്പിക്കും. മേനോന്റെ പോലീസിനും മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാനും കേരളത്തിലെ ഇന്ത്യയിലെ വകുപ്പുകൾ ഉണ്ട്. മേനോൻ ആയാലും പിണറായി ആയാലും നരഭോജിയായ നരേന്ദ്രമോദി ആയാലും ഇവർക്കെല്ലാം വകുപ്പുള്ളത് മുസ്ലിങ്ങൾ മുകളിലാണ്. ഇവിടത്തെ ഫാസിസ്റ്റുകൾ ആയ നാസികളായ തെമ്മാടിക്കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയകളിൽ മണിക്കൂറുകൾക്ക് മതസ്പർദ്ധ വളർത്തുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും ഈ അവസ്ഥ ചെയ്യുമ്പോൾ നൂറുകണക്കിന് ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ നാസികൾ യുക്തിവാദികളും മുസ്ലിം സമുദായത്തിലെ ചീത്ത വിളിക്കാൻ വകുപ്പുള്ള പേര് പറഞ്ഞത് കേറുമ്പോൾ കാത്തിരുന്ന അറസ്റ്റുകൾ. എടോ, തിരിച്ചൊരു കാലമുണ്ടാകും. കാർമേഘം കൊണ്ട
ആകാശം വെള്ളം വരുമ്പോൾ അതൊരു വെളിച്ചത്തിലേക്കുള്ള ലക്ഷണമാണ്. ഇസ്ലാം എവിടെയെല്ലാം പരീക്ഷണങ്ങൾ ഏറ്റിട്ടുണ്ടോ അവിടെയെല്ലാം കീഴടക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലുള്ളതുപോലെ തന്നെ വായിച്ച് കേൾപ്പിച്ചതാണ്. ചില സെന്റൻസുകളൊക്കെ ചേരായികയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി വിളിക്കുക, ഇവിടെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ തോന്നിയത് വിളിച്ചു പറയാ, പിണറായി വിജയനെ കഴിഞ്ഞ കാല 10 വർഷം മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനെ തോന്നിയത് പറയാ. ഇതും നമ്മുടെ മണ്ണിനെതിരെ തന്നെയാ ആക്രമിക്കുന്നത്. ഈ കേരള സൈബർ സെല്ലിനോട് പറയാനുള്ളത്, ഈ കമന്റ് ഇട്ടത് ആരാണെങ്കിലും അടപടലം എടുത്ത് തോക്കി ജയിലിൽ അടയ്ക്കണം. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇത് അപകടമാണ്. ഇത്തരം കമന്റുകളൊക്കെ തന്നെ സൈബർ സെല്ല് നേരിട്ട് കണ്ടില്ല എന്നൊക്കെ കരുതും. പക്ഷെ ഇത് ആ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ എടുത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ അപകടമാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ, നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരെ, മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെയൊക്കെ ഇത്തരം കമന്റുകൾ എന്ന് പറയുന്നത് അപകടമാണ്. സകല മലയാളികളും തിരിച്ചറിയും. ഈ മുഹമ്മദ് സനൂഫിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമന്റുകളാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കുറച്ച് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയാണ് കേരളത്തിലെ പോലീസുകാരും കേരളത്തിലെ നിയമവും. RV ബാബുവിനെതിരെ കേസെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അറസ്റ്റ് ചെയ്യാൻ. മുഹമ്മദ് സനൂഫിനെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത വാർത്തക്ക് വന്ന കമന്റാ. നിങ്ങൾക്ക് ഇത്തരം ആളുകളോട് പറയാം, നിങ്ങൾക്ക് ആർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോലീസിനെ സമീപിക്കാം. അത് ആ സമീപിക്കുന്നതിന് പകരം ഏത് രാജ്യദ്രോഹിക്ക് അനുകൂലമായിട്ട് ഇതുപോലെ രംഗത്ത് വരുന്ന നിങ്ങളുടെ ആ രാജ്യദ്രോഹിയോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. ഒരാളുകൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആരുടെയോ പേര് വലിച്ചേക്കുക, എന്നിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന രാജ്യദ്രോഹിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രശ്നം എന്നല്ലേ ഈ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിൽ. ആ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ ഉള്ളിലടയ്ക്കണമെന്ന് ആദ്യം ഇവിടുത്തെ മുസ്ലിങ്ങൾ വിളിച്ചറിയണം. അതാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഞാനൊരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോ സാധാരണ മുസ്ലിങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത്, മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്നവൻ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ ഉള്ളിൽ കിടക്കണമെന്നാ പറയേണ്ടത്. എന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഉള്ളിൽ തന്നെ കിടക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു യാഥാർത്ഥ്യ. കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണാറുണ്ട്. പക്ഷേ രാജ്യദ്രോഹിയെ അനുകൂലിച്ചു പോലും ചില തീവ്ര ചിന്താഗതിക്കാര് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇവരെ അറസ്റ്റ് തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് മുഹമ്മദ് സനൂഫിനോട് കൂട്ടിപ്പിടിച്ചിട്ടാവരുത്. അവൻ രാജ്യദ്രോഹിയ, മതസ്പർദ്ധ പോലെയല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരാ. അവരെ അറസ്റ്റ് ചെയ്ത വാർത്തക്ക് വന്നിട്ട് അവിടെ അറസ്റ്റ് ആയില്ല, ഇവിടെ അറസ്റ്റ് ആയില്ല. എങ്ങനെയൊക്കെ ഒരു പ്രവർത്തനം ആര് നടത്തിയാലും ഉള്ളിൽ പോവും. നിങ്ങൾ ഈ പൊക്കിപ്പിടിക്കുന്ന ആളുകളൊക്കെ നിയമത്തിനുള്ളിൽ നിന്ന് മുന്നോട്ട് പോയിട്ടല്ലേ അവരെ അറസ്റ്റ് ചെയ്യാത്തത്? രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവര് ഉള്ളിൽ തന്നെ കിടക്കണം. അത് ഇന്ന മതാണ്, അതുകൊണ്ട് അങ്ങ് അനുകൂലിക്കാം എന്നുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ ആ ചിന്തയും രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളത് സകല വിവേകമുള്ള മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. UAPA ചുമത്തി എന്നൊക്കെ പറയുമ്പോഴേക്ക് കേരള പോലീസിനെതിരെ പോലും, കേരള പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന മുഹമ്മദ് സനൂഫിനേക്ക് എടുത്ത് ജയിലിൽ അടച്ചപ്പോഴേക്ക് രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾ കുറച്ചൊന്ന് വിറച്ചിട്ടുണ്ട്. കേരള പോലീസ് എടുത്ത് തൂക്കി ഉള്ളിലിടുമെന്നൊക്കെ ഭയമൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ ആൾ ഫേക്കിലാ വരുന്നത്. ഫോട്ടോ എന്ന് വെക്കാതെ പേര് മാത്രം വെച്ച് അവരോടും പറയാനുള്ളത്, നിങ്ങളെയും തൂക്കും. രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെയൊക്കെ തന്നെ തൂക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അടുത്തൊരു കമന്റ് കൂടി വായിച്ച് കേൾപ്പിക്കാം. വിഷകലമാരും സാജൻസ് കറിയെ പോലുള്ള വിഷപ്പാമ്പുകൾ സ്വൈരവിഹരം നടത്തുന്നത് നമ്മുടെ നാട്ടിലോ? ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്നിട്ടല്ലേ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുത്തുകൂടെ? സാജൻസ് കറിയെ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹത്തിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടൊക്കെ എന്തായി? സകല മലയാളികളും ഇതൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം മാന്യമായ രീതിയിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൊക്കെ അതായത് മുഹമ്മദ് സനൂഫ് എന്ന രാജ്യദ്രോഹി അറസ്റ്റ് ചെയ്തതിൽ വരുന്ന കമന്റാ, കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ? ഒക്കെ എന്താണ് ഒരു തരത്തിൽ ചെയ്യുന്നത്? കൃത്യമായിട്ട് ആ രാജ്യദ്രോഹിയെ അനുകൂലിക്കാനുള്ള ഓരോ വാക്കുകളും ആവുന്നത് പോലെ താങ്ങിക്കൊടുക്കല്ലേ? ഈ മുഹമ്മദ് സനൂഫിനെ അങ്ങ് അറസ്റ്റ് ചെയ്യുമ്പോഴേക്ക് കുറെ ആളുകളുണ്ട് ഇത് മതത്തിനെതിരെയൊന്നല്ല,
ഇത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചൊരു നെറികെട്ടവരെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എടുത്തുള്ളിലിട്ടതാ. ഇന്ന മതത്തിലുള്ള ഒരാൾ ഇന്നത് ചെയ്യുമ്പോഴേക്ക് അത് മതത്തിനെതിരെയാണോ എന്ന് പറയുന്നവരും അപകടം തന്നെയാ. ഇതൊക്കെ തന്നെ സകല മലയാളികളും കൃത്യമായിട്ട് ഈ കാലത്ത് തിരിച്ചറിയുന്നുണ്ട്. മുഹമ്മദ് സനൂഫിനെ പോലെ കാരിറങ്ങിയാൽ, അത് ഏത് ഗൾഫിൽ നിന്ന് ഇറങ്ങിയാലും അവരെ ഒന്നും വെറുതെ വിടില്ല എന്നുള്ളത് കേരള പോലീസ് തന്നെ പ്രഖ്യാപിച്ചു എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.